അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താരീഖിലെ ആറാമത്തെ പാഠം ഹവാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പാഠത്തിൽ വളരെ വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലെ ഹവാരിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹവാരി എന്ന് പറഞ്ഞാൽ വിശ്വസ്ത സഹചാരി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്ത സഹചാരിയാണ്, സ്വർഗത്തിലെ വിശ്വസ്ത സഹചാരിയായിട്ടാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അശ്റത്തുൽ മുബശ്ശിറയിൽപ്പെട്ട ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയായ സഫിയുടെ മകനാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബീവിയുടെ ഭർത്താവാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. മുഹാജിറുകൾക്ക് മദീനയിൽ ആദ്യമായി ജനിച്ച കുട്ടി അബ്ദുള്ള എന്നവരുടെ ഉപ്പയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. 15-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഹബശ, മദീന എന്നിവിടങ്ങൾ ഹിജ്റകളിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തിയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും പോയിൻ്റായിട്ട് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പാഠം മനസ്സിലാക്കാൻ സാധിക്കും. ഹന്തക്ക് യുദ്ധത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി, ഹന്തക്ക് യുദ്ധം വളരെ പ്രതിസന്ധിയേറിയ സമയത്ത് ഹന്തക്ക് യുദ്ധത്തിൽ ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി ആരാണ് പോവുക എന്ന് ചോദിച്ചപ്പോൾ ഇത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി, വളരെ ത്യാഗത്തോടു കൂടി, ധൈര്യത്തോടു കൂടി അത് ഏറ്റെടുത്ത ആളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ എൻ്റെ ഹവാരിയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. യർമൂക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം കണ്ട് ശത്രുക്കൾ വളരെ അമ്പരന്നു. അദ്ദേഹം പതിവിൽ വിപരീതമായിട്ട് വളരെ ഭംഗിയായി, വളരെ ആർജവത്തോടു കൂടി യുദ്ധം ചെയ്യുന്നത് കണ്ട യർമൂക്ക് യുദ്ധത്തിൽ ശത്രുക്കൾ പോലും അമ്പരന്നു. ജമൽ യുദ്ധത്തിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധത്തിന് വന്ന സാഹചര്യത്തിൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറുകയും മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യുദ്ധം ഒഴിവാക്കി സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി. അംർ ബിൻ ജുർമുസ് എന്ന ഒരാൾ അദ്ദേഹത്തെ വാദി സിബ എന്ന സ്ഥലത്ത് വെച്ച് കാണുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഹിജ്റ 36-ലായിരുന്നു ഈ സംഭവം. 64 വയസ്സായിരുന്നു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന് ആ സമയത്തുണ്ടായിരുന്നത്. കുടുംബം ബനു അസദ് കുടുംബത്തിൽപ്പെട്ടവരും ഖബർ സ്ഥിതി ചെയ്യുന്നത് ബസ്രയിലുമാണ്. അപ്പോൾ ഈ 3 മിനിറ്റിൽ നമ്മൾ പറഞ്ഞത് വളരെ വിശദമായി ഓരോ പോയിന്റുകളായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ ആദ്യം പ്രധാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റുകളും, അതിനുശേഷം ഹന്തക്ക് യുദ്ധത്തിലെയും യർമൂക്ക് യുദ്ധത്തിലെയും കാര്യങ്ങളും, അതിനുശേഷം ജമൽ യുദ്ധത്തിൽ അദ്ദേഹം പിന്മാറാനുണ്ടായ കാരണം എന്താണെന്നും, അതുപോലെ അദ്ദേഹത്തെ ആരാണ് വധിച്ചത്, ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് വധിച്ചത്, അതുപോലെ ഹിജ്റ ഏത് വർഷത്തിലാണ് വഫാത്തായത്, വഫാത്താവുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്ര, ഖബർ എവിടെ, കുടുംബം ഏതാണ് എന്നിങ്ങനെയുള്ള പോയിന്റുകൾ ഷോർട്ട് നോട്ടാക്കിയിട്ട് എഴുതിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് താരീഖിൽ 6-ാമത്തെ പാഠത്തിൽ നമുക്ക് ഇതുവരെ പഠിച്ച് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മൾ നിലവിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നിലവിൽ 6-ാം പാഠത്തിൽ നിന്നും ഒരു 4 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് പരീക്ഷകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പൊതുപരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്ന കാര്യം ഈ 3 മിനിറ്റ് അല്ലെങ്കിൽ ഈ കറക്റ്റായിട്ട് ഷോർട്ട് നോട്ടാക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ നല്ല മാർക്ക്, ഈ പാഠത്തിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് നേടാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.